ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്. ഇതെന്നെ ശരിക്കും കലിതുള്ളിപ്പിക്കുന്ന ഒരു ദിവസമാകുമായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു, ശരിയായത് ചെയ്യാൻ ശ്രമിക്കുന്നു, എന്നിട്ടും എല്ലാം കുഴപ്പത്തിലായത് കണ്ടോ. ഞാൻ പോകാൻ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, എന്നെ നോക്കൂ, കലി തുള്ളിയിരിക്കുന്നത് കൊണ്ട് ഒന്നും നിറവേറ്റാനാവില്ല. ഞാൻ ജോയ്സ് മേയർ. ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ദൈവത്തെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും സേവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ അവസ്ഥയിലും എങ്ങനെ ഇരിക്കണം എന്ന് നിങ്ങൾക്കറിയാം. കാരണം പുറത്തു വരാനാകാത്ത ഒരു പരീക്ഷയും ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കൊണ്ടുവരികയില്ല. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, നിങ്ങളിൽ പലർക്കും ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് തോന്നും, ജോയ്സ്, എൻ്റെ വിഷമം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, കാരണം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. നിങ്ങളോട് പ്രസംഗിക്കുന്നത് ആരായാലും അവർക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലെന്ന് അർത്ഥമില്ല. എന്നാൽ വാസ്തവത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നമുണ്ടായിരിക്കും. ആമേൻ. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി നാം വേദനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും മറ്റുള്ളവർക്ക് നാം ഒരനുഗ്രഹമായി മാറുന്ന ഒരു പരിധിയിൽ എത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. വാസ്തവത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ശക്തമായ കാര്യങ്ങളിൽ ഒന്ന് അതാണ്. എന്നാൽ പലപ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നാം ഉൾവലിഞ്ഞ് നമ്മെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കും. എല്ലാം നമ്മിൽ ഒതുക്കും. നമ്മോട് തന്നെ സഹതാപം തോന്നും. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ ഒരാളെ കണ്ടെത്തിയാലോ? ദൈവത്തോട് സംസാരിക്കൂ. പ്രശ്നം എന്താണെന്ന് പറയൂ. നിങ്ങളുടെ പ്രശ്നം എന്തായാലും അഥവാ മോശമായിരുന്നാലും പറയൂ. രണ്ടര വിഭാഗത്തിന് അത് ഇഷ്ടമായി. അത് ശരിയാണ്, എനിക്കിത് മതി, ഞാൻ പ്രസംഗിക്കും. തിന്മയെ നന്മയാൽ ജയിക്കണമെന്ന് ബൈബിൾ പറയുന്നു. ഇന്ന് ലോകത്തിൽ അനേകം പൈശാചികതകളുണ്ട്. പലരും ഇന്നിങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എന്തു ചെയ്യും, നമ്മൾ എന്തു ചെയ്യും, നാം എന്തു ചെയ്യണം, നാം എന്തു ചെയ്യും, നാം എന്തു ചെയ്യും. ശരി, റോമർ 12:21 പറയുന്നു, തിന്മയെ നന്മയാൽ ജയിക്കുക. എന്നെ സംബന്ധിച്ച് ബൈബിളിലെ ഏറ്റവും മനോഹരമായ വചനമാണിത്. അന്ധകാരത്തെ ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴി വെളിച്ചമാണ്. തിന്മയെ ഇല്ലാതാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതാണ് നന്മ. കാരണം ദൈവം നല്ലവനാണ്, സാത്താൻ ദുഷ്ടനും. അതിനാൽ അവൻ ദുഷ്ടനാകുമ്പോൾ നാം നല്ലവരാകണം. നാമും ദുഷ്ടത കാണിക്കരുത്. ആമേൻ. സാത്താന്റെ മേൽ എനിക്ക് അധികാരമുണ്ട് എന്ന് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ എപ്പോഴും അവനെ ശാസിച്ച് എതിർത്തുകൊണ്ടിരിക്കും. ഞാൻ നിന്നെ ശാസിക്കുന്നു. പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, സാത്താനെ എതിർക്കാൻ ഞാൻ പറയുമ്പോൾ നിന്റെ പ്രശ്നത്തെ എതിർക്കാൻ അല്ല പറയുന്നത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സാത്താനെ പോലെ പെരുമാറരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ വളരെ കഠിനമായ വഴിയിലൂടെയാണ് എല്ലാം പഠിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ ഇല്ലാതാക്കും. പൗൽ 13-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ ഞാൻ എല്ലാ കാര്യവും ചെയ്യും. ഈ വചനം ഉദ്ധരിക്കാൻ നമുക്കിഷ്ടമാണല്ലേ? അതിൻ്റെ ഒരു ഭാഗമെങ്കിലും. എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാനാവും. എന്നാൽ ഈ സന്ദർഭവുമായി അതിനെ താരതമ്യപ്പെടുത്തണം. പൗലാണ് പറയുന്നത്, എനിക്കൊരു പ്രശ്നമുണ്ടായാലും ശക്തനായിരിക്കാൻ എനിക്ക് കഴിയും. ഞാൻ ദൃഢമായിരിക്കും, തൃപ്തനായിരിക്കും. പ്രശ്നത്തിൻ്റെ നടുവിലും എനിക്ക് ശരിയായി പെരുമാറാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാനുള്ള ഒരേ ഒരു വഴി പരിതസ്ഥിതികളിൽ അത് ഉപയോഗിക്കലാണ്. സാധാരണ ഞാനിവിടെ വർഷത്തിൽ 2 പ്രാവശ്യം വരും. കഴിഞ്ഞ വർഷം ജൂലൈ മാസം,
രണ്ടാമത്തേത് വരാനായില്ല. കാരണം ഏപ്രിൽ മാസം എനിക്ക് ചെറുതായി മുതുകിൽ സർജറി ഉണ്ടായിരുന്നു. 1 ഇഞ്ച് മുറിവ് സംഭവിച്ചു. അതിൻ്റെ പേര് എന്തായിരുന്നു അത് പേര്? ഞാനതിന് സ്കോലിയോസിസ് എന്നോ സ്റ്റെനോസിസോ എന്നൊക്കെ പേരിട്ടു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നട്ടെല്ലിൽ അടിഞ്ഞിരുന്ന പാഴ്വസ്തുക്കൾ എടുത്തു മാറ്റണം. എന്നാൽ സത്യം പറഞ്ഞാൽ നല്ല വേദനയുണ്ടായിരുന്നു. അത് സുഖമാകാൻ 2 ആഴ്ച എടുത്തു. അത് ആദ്യമായിട്ടുണ്ടായതല്ല, വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കലും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിലെത്തിയ ശേഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനയുണ്ടായി. എൻ്റെ മക്കൾ പറഞ്ഞു ഞാൻ മുട്ടുകുത്തി ഇഴഞ്ഞുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞുവെന്ന്. അവരെന്നെ കൊണ്ടുപോയി. ഡോക്ടേഴ്സ് എനിക്ക് സ്ട്രോങ് വേദനാ സംഹാരികൾ തന്നു. പിറ്റേന്ന് രാവിലെ എൻ്റെ MRI എടുത്തു. സർജറി ചെയ്ത സ്ഥലത്ത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിരുന്നു. ഒരു ബ്ലഡ് ക്ലോട്ട് കൊണ്ട് അങ്ങനെ ഒരു വേദന ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അത് കാരണം എൻ്റെ വലത്തെ കാലിൻ്റെ ഞരമ്പുകൾ ഡാമേജായി, വലത്തെ ഇടുപ്പിൻ്റെയും. ഡോക്ടേഴ്സ് ബ്ലഡ് ക്ലോട്ട്സ് എടുത്തു മാറ്റി. പക്ഷേ എൻ്റെ കാലിനൊട്ടും ബലമില്ലാതായി. എനിക്ക് ബെഡിൽ നിന്ന് ഇതിലുമധികം ഉയർത്താൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ റീഹാബിലിറ്റേഷൻ ചെയ്തു. അതിന് ഹോസ്പിറ്റലിലെ റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൽ 2 ആഴ്ച കിടന്നു. ആഴ്ചയിൽ 3 പ്രാവശ്യം ഫിസിക്കൽ തെറാപ്പി ഉണ്ടായിരുന്നു. അവസാനം വാക്കർ ഉപയോഗിച്ച് നടക്കാനാവുന്ന സ്ഥിതിയിലായി. വാക്കർ ഉപയോഗിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ വെച്ച് ഫിസിക്കൽ തെറാപ്പി തുടരണമെന്നും. എന്നാൽ ഒരു കാര്യത്തിലൂടെ കടക്കണമെങ്കിൽ എൻ്റെ ആക്രമണാത്മകതയും മർക്കടമുഷ്ടിയും അതിനെന്നെ വളരെയധികം സഹായിക്കുമെന്നറിയാമോ? അതേസമയം എന്നോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുമ്പോൾ അതെന്നെ കുഴപ്പത്തിലാക്കാറുമുണ്ട്. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ വേഗത കാണിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നോ, വീണ് മറ്റേ കാലും പൊട്ടി. അതോടെ 2 കാലും അനക്കാനാവാതായി. എനിക്കാണെങ്കിൽ കോൺഫറൻസസ് ഉണ്ട്, പ്രസംഗിക്കാനുമുണ്ട്. ഈ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ 2.5 മാസത്തോളം ഞാൻ വീൽ ചെയറിൽ തന്നെയായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമായി. പക്ഷേ ഞാൻ ദൈവത്തോട് ആദ്യമായി പറഞ്ഞു, ആസ്പത്രിയിലായിരിക്കുമ്പോഴാണ് പറഞ്ഞത്. ഞാനിത് ആത്മപ്രശംസയ്ക്കായി പറയുകയാണെന്ന് കരുതരുത്, നിങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ തരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഇതാണ്: ദൈവമേ, ശരിയായത് ചെയ്യാൻ എന്നെ പഠിപ്പിക്കണേ. ഇത് വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ദൈവത്തോട് പറയൂ, ശരിയായത് ചെയ്യാൻ എന്നെ പഠിപ്പിക്കണേ. അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഇതാണ്: ഉറച്ചിരിക്കാൻ എന്നെ സഹായിക്കണേ. അത് തുടരാനും പരാതി പറയാതിരിക്കാനും എന്നെക്കുറിച്ച് സഹതപിക്കാതിരിക്കാനും ദേഷ്യപ്പെടാതിരിക്കാനും സഹായിക്കുക. ഈ ആസ്പത്രിയിൽ നിന്നെ പ്രതിനിധീകരിക്കാൻ സഹായിക്കുക. എല്ലാവരോടും ദയ കാണിക്കാനും എൻ്റെ വിളക്ക് പ്രകാശിക്കാനും. ഞാൻ ഇവിടെ ഒരു കാര്യം പറയട്ടെ, പ്രശ്നങ്ങളെ അകറ്റുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണത്. കാരണം ഞാൻ പറയും, ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ലോകത്തോട് പറയാൻ സാധിക്കുക? ഇയ്യോബിനെ കുറിച്ച് സാത്താൻ എന്താണ് ദൈവത്തോട് പറഞ്ഞത്? ഇയ്യോബ് സന്തുഷ്ടനാണ്. അവന്റെ ചുറ്റും നീ വേലിയടച്ച് അവനെ സംരക്ഷിച്ചിട്ടുണ്ടല്ലോ. പിന്നീട് ഇയ്യോബിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ആരംഭിച്ചു. എന്നിട്ടും അയാൾ ഉറച്ചിരുന്നു. അതുകൊണ്ട് ദൈവം എന്നെയും സഹായിച്ചിരിക്കുന്നു. അന്ന് ഞാൻ നന്നായി പെരുമാറിയത് കൊണ്ടാണ് ഇന്നിങ്ങനെ പറയാൻ സാധിക്കുന്നത്. ദിവസം 24 മണിക്കൂറും എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവണം. ഓരോരുത്തരായി എൻ്റെ കൂടെ 4 ഷിഫ്റ്റെങ്കിലും ഇരിക്കാറുണ്ടായിരുന്നു. കാരണം രാത്രി ബാത്റൂമിലേക്ക് പോവുക എന്നത് എന്നെ സംബന്ധിച്ച് പേടി സ്വപ്നമായിരുന്നു. ആശുപത്രിയിലുള്ളവർ സ്ലൈഡിംഗ് ബോർഡ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. അതായത് ഞാൻ വീൽ ചെയറിലിരിക്കുകയാണ്, അത് ഒരു വശത്തേക്ക് ചെരിക്കണം.
അതായത് ഞാൻ ബെഡിൽ നിന്ന് ഞരങ്ങി വീൽ ചെയറിലിരിക്കും, അതിനുശേഷം ടോയ്ലറ്റിൽ പോകും, വീണ്ടും വീൽ ചെയറിലിരുന്ന് ടോയ്ലറ്റിൽ നിന്ന് ബെഡിലേക്ക് ഇറങ്ങണം. ഇതേ പ്രവൃത്തി വീണ്ടും വീണ്ടും ആവർത്തിക്കണം. ഇതുപോലൊരു സ്ഥിതിയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്കയുണ്ടാവും. കാരണം ഞാൻ ധാരാളം വെള്ളം കുടിക്കും. അതിനാൽ എല്ലാവരും ബിസിയായി. ശരി, 2 ആഴ്ചയ്ക്ക് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഞാനൊരു പുസ്തകം എഴുതുകയായിരുന്നു എന്ന് മാത്രം അറിയാം. സാത്താൻ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഞാൻ അർദ്ധരാത്രി ഉറക്കമുണർന്നപ്പോൾ ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. പക്ഷേ ഉറക്കത്തിൽ നിന്ന് ശരിക്കും ഉണർന്നിട്ടുമില്ല. ഞാൻ ബാത്റൂമിലേക്ക് പോയി. 1 മിനിറ്റ് ഞാൻ അവിടെ നിന്നു. പിന്നെ ഞാൻ പുറകോട്ട് വീഴുന്നതായി എനിക്ക് മനസ്സിലായി. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഞാൻ മാർബിൾ തറയിൽ മലർന്നു വീണുപോയി. അതെ, എൻ്റെ മുതുക് വേദനിച്ചു. അന്ന് ആരോ എന്നോട് ചോദിച്ചു, ഈ വീക്കെൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ പോകും, ഞാൻ പ്രസംഗിക്കാൻ പോകും. ദൈവം എല്ലായ്പ്പോഴും എൻ്റെ സ്ഥിതി എത്ര മോശമായിരുന്നാലും ഓരോ വർഷവും ഓരോ സമയവും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാനായി ഓരോ കാലടിയും മുന്നോട്ടെടുത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം എന്നിൽ ഇറങ്ങി അത് ചെയ്യാൻ സഹായിക്കും. ആമേൻ. എൻ്റെ വേദന അങ്ങനെ ശമിച്ചു. പക്ഷേ ആദ്യം എനിക്ക് തോന്നിയത് ഇതാണ്, സംഗതി മോശമാകുമായിരുന്നു. കാരണം എൻ്റെ ടെയിൽ ബോണിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അത് പൊട്ടിയാൽ ഇനിയും വഷളാകുമായിരുന്നു. എൻ്റെ തലയും താഴെ ഇടിച്ചില്ല. ബാത്ത് ടബിൽ നിന്ന് ഞാൻ ഇത്രയും അടുത്ത് വീണതുകൊണ്ട് ടബിൽ തലയിടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ചിലപ്പോൾ സാത്താനിനെ തള്ളിയതായിരിക്കാം, പക്ഷെ എന്നെ സംരക്ഷിക്കാൻ ദൂതന്മാരുണ്ടായിരുന്നു എന്നെനിക്ക് ഉറപ്പാണ്. നമ്മുടെ കൂടെ സദാസമയം ദൂതന്മാരുണ്ടാവും. ലൂക്കോസ് 10:19 പറയുന്നു, ഇതാ ഞാൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. നിങ്ങളാരും ഇത് വിട്ടുകളയരുത്. സാത്താന് ശക്തിയുണ്ട്, പക്ഷെ നമുക്ക് അധികാരമുണ്ട്. ഇവിടെ പറയുന്നു, ഒന്നിനും നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ല എന്ന്. ഒരു കാര്യം ഞാനിവിടെ തുറന്നു പറയുകയാണ്. ഞാൻ തറയിൽ വീണു, പക്ഷേ ഞാൻ മരിച്ചില്ലല്ലോ, അല്ലേ? നാം എപ്പോഴും സംഭവിച്ചതിനെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്, സംഭവിക്കാത്തതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നില്ല. അതെ, ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ ആഴമായി പതിയണം. നിങ്ങളുടെ ഉള്ളിൽ പതിയണം. പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്, പക്ഷേ ദൈവം സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഓർത്തു നോക്കൂ. ഇന്ന് രാവിലെ ഞാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു കപ്പ് നിറയെ കോഫി സിങ്കിൽ വെച്ചിരുന്നു. അറിയാതെ ഞാനത് തട്ടിപ്പോയി. ഞാൻ മേക്കപ്പ് ഇട്ടിരുന്നു, മുടി ചീകി കഴിഞ്ഞിരുന്നു. അതിനൊക്കെ എത്ര കഷ്ടപ്പെടണമെന്ന് സ്ത്രീകൾക്ക് മാത്രമേ അറിയൂ. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എത്താനുള്ള ഈ കഷ്ടപ്പാട്. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പുരുഷന്മാർക്ക് അറിയില്ല. മുടി ചീകി ഷേവിംഗ് മാത്രം ചെയ്താൽ മതിയെങ്കിൽ എത്ര നന്നായിരുന്നു. കാര്യമായിട്ട് പറഞ്ഞതല്ല, എങ്കിലത് ഞാനാകില്ല. പക്ഷേ അതിന് കുറേ കാര്യങ്ങൾ ചെയ്യണം. ദൈവമേ, അങ്ങ് എനിക്ക് മുടി നന്നായി വളർത്തിയിരിക്കുന്നതിന് നന്ദി. കാരണം എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് കലി തുള്ളാൻ അതും കാരണമാകുമായിരുന്നു. എനിക്കത് ഒട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു, ശരിയായത് ചെയ്യാൻ ശ്രമിക്കുന്നു, എന്നിട്ടും എല്ലാം കുഴപ്പത്തിലായല്ലോ. ഞാൻ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, എന്നെ നോക്കൂ. കലി തുള്ളുന്നത് കൊണ്ട് എനിക്കൊന്നും നേടാനാവില്ല. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടില്ല. കമോൺ, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നരകത്തിലുള്ളവർ സന്തോഷിക്കും. ഹാ ഹാ, നിന്നെ പിടികിട്ടി. കപ്പിൽ നോക്കി ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ മോശമായിരുന്നെങ്കിൽ എന്താവും? എല്ലാവരും പറയൂ, ഇതിനേക്കാൾ മോശമായെങ്കിലോ? അത് ഞാൻ വളരെ താഴ്മയോടെ എല്ലാം വൃത്തിയാക്കി. എന്നിട്ട് വീണ്ടും തയ്യാറാകാൻ തുടങ്ങി. നാം ദൃഢതയുള്ളവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നതിൽ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒന്നിനെക്കുറിച്ചും വിഷമിക്കാറില്ലെന്നോ ഒരിക്കലും വിഷമിക്കില്ലെന്നോ അല്ല പറയുന്നത്.
ഇപ്പോൾ ഒന്നും തന്നെ എന്നെ വിഷമിപ്പിക്കാറില്ല. ഞാൻ എല്ലാം തികഞ്ഞവളാണെന്ന് പറയുന്നില്ല, പക്ഷേ ഞാൻ ഒരുപാട് വളർന്നിട്ടുണ്ട്. അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം എന്താണെന്നോ, എപ്പോഴും അസ്വസ്ഥരാവുന്നത് കഷ്ടപ്പാടാണ്. അത് നിങ്ങൾക്കറിയാമോ? അത് നമ്മെ ശരിക്കും തളർത്തും. നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കൂ. അവിടെയല്ലേ നിങ്ങൾ നിത്യമായി ജീവിക്കാൻ പോകുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും അത് കാര്യമാക്കേണ്ട. നിങ്ങൾ നരകത്തിലേക്ക് പോവില്ല. ഇതൊരു സുവാർത്തയാണ്. അത് നല്ല സ്ഥലമല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 50% ക്രിസ്ത്യാനികൾ നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ വായിച്ചു. അവർ സാത്താൻ ഉണ്ടെന്നും വിശ്വസിക്കുന്നില്ല. ഇത് വളരെ സൗകര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സാത്താൻ യാഥാർത്ഥ്യമാണോ എന്ന പുസ്തകം എഴുതുന്നത്. അവനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതാണ് നല്ലത്. ദയവായി അത് വിശ്വസിക്കൂ. യേശു ശിഷ്യന്മാരെ സ്വർഗരാജ്യം പ്രസംഗിക്കുവാനായി ഈ 2 പേരായി പറഞ്ഞയച്ചു. അവർക്ക് യേശു രോഗശാന്തിക്കും സാത്താനെ ഒഴിപ്പിക്കാനുമുള്ള അധികാരം കൊടുത്തു. ലൂക്കോസ് 10:20 ഇങ്ങനെ പറയുന്നു: എല്ലാവരും സാത്താനെ ഒഴിവാക്കിയ ആവേശത്തോടെ തിരിച്ചു വന്നു. എന്നാൽ യേശു അവരോട് പറഞ്ഞത് എന്താണെന്നോ, എന്നാലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. ഇതിനെക്കുറിച്ചാണ് നാമും സന്തോഷിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ മറ്റെന്ത് സംഭവിച്ചാലും സാരമില്ല. നാം ദൈവസന്നിധിയിൽ നിത്യമായി ജീവിക്കും. വാവ്! ഇതൊരു സുവാർത്തയാണ്. കരച്ചിലില്ല, വ്യാകുലതയില്ല, കണ്ണുനീരില്ല, വൃത്തികെട്ടവരുമില്ല. എല്ലായിടവും സ്നേഹത്തിൻ്റെ അന്തരീക്ഷം മാത്രം. വാവ്! എനിക്ക് ഭംഗിയുള്ള സാധനങ്ങളും സ്വർണവീഥികളും മുത്തുകൊണ്ടുള്ള വാതിലുകളും വളരെ ഇഷ്ടമാണ്. ഞാൻ അവയെല്ലാം കാണാനായി കാത്തിരിക്കുകയാണ്. നിങ്ങൾ സന്തോഷിക്കേണ്ടതായ രണ്ടാമത്തെ കാര്യം ഇതാണ്: മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതൊരനുഗ്രഹമല്ലെന്ന് തോന്നുന്നുണ്ടോ? അത് അനുഗ്രഹമാണ്. നിങ്ങൾ കോപിക്കേണ്ട ആവശ്യമില്ല, ദേഷ്യപ്പെടേണ്ട ആവശ്യവുമില്ല, നിരാശപ്പെടുകയും വേണ്ട, നീരസപ്പെടേണ്ട ആവശ്യവുമില്ല. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അവർ നിങ്ങളെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ പറയുമായിരിക്കും, എന്നോടവർ കാണിച്ചതിന് അവർ മാപ്പ് അർഹിക്കുന്നില്ല എന്ന്. ഇല്ല, അത് ശരിയാണ്, അവർ അർഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ മാപ്പ് കൊടുക്കണം. അവരെന്നോട് ക്ഷമിക്കണം. ഇത് നല്ല രസകരമല്ലേ? യേശു പറഞ്ഞു, നിങ്ങൾ വില തരേണ്ടതില്ല. നമ്മോട് വില കൊടുക്കാൻ പറഞ്ഞില്ല. യേശു പറഞ്ഞു, നിങ്ങളുടെ കടം ഞാൻ വീട്ടും. എവിടെയാണെന്ന് ഓർമ്മയില്ല, പക്ഷേ റെഫറൻസ് ഓർമ്മ വന്നാൽ നന്നായിരുന്നു. പക്ഷേ സങ്കീർത്തനത്തിൽ യഹോവ പറഞ്ഞത് ഓർമ്മയുണ്ട്: എനിക്ക് വേണ്ടി നിങ്ങളുടെ പാപങ്ങളെ ഞാൻ ക്ഷമിക്കുന്നു. ഇതെനിക്കിഷ്ടപ്പെട്ടു. ദൈവം തനിക്ക് വേണ്ടി നമ്മോട് ക്ഷമിക്കുന്നു. ദൈവം അത് കൈകാര്യം ചെയ്യാൻ ഒരുങ്ങില്ല. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമുക്ക് വേണ്ടി ക്ഷമിക്കുന്നു. ക്ഷമിക്കാനുള്ള കൃപ അവൻ നമുക്ക് തരുന്നു. അത് നമുക്ക് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി അല്ല ദൈവം തന്നിരിക്കുന്നത്. അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവരെ ദൈവം നോക്കിക്കൊള്ളും. അതുകൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിച്ചവർക്കായി പ്രാർത്ഥിപ്പിൻ എന്ന് ബൈബിളിൽ പറയുന്നത്. അവർ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ നാം പ്രാർത്ഥിക്കണം. അവർ ചെയ്യുന്നത് അവസാനിപ്പിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടാൻ നാം പ്രാർത്ഥിക്കണം. ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നതിൽ ഞാൻ കൃതാർത്ഥയാണ്. എനിക്ക് ആരോടും ദേഷ്യം ഇല്ല. ആരോടും. ഇതാ, ഇത്ര പോലും ആരോടും എനിക്കൊരു ദേഷ്യവുമില്ല. നിങ്ങളോട് ഞാൻ ചോദിക്കില്ല, പക്ഷേ എനിക്കതറിയാം. കാരണം ഞാനത് പലപ്പോഴും മറ്റ് ചേർച്ച് സർവീസുകളിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള 80% പേർക്കെങ്കിലും ആരോടോ ദേഷ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. പൗൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ക്ഷമിക്കൂ, വിട്ടുകളയൂ, സാരമില്ല, ക്ഷമിച്ചേക്ക്, അവരെ ദൈവത്തിങ്കൽ ഏൽപ്പിക്കൂ.
മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊരു വികാരമല്ല. നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിച്ചിട്ട് അവരെക്കുറിച്ച് മാറ്റമൊന്നും തോന്നുന്നില്ലെങ്കിൽ അവരോട് എങ്ങനെ പെരുമാറണം എന്നത് ഒരു തീരുമാനമാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ, അതിന് സ്വർണത്തിന്റെ വിലമതിപ്പുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതല്ല കാര്യം. ആരോടെങ്കിലും ക്ഷമിക്കാനാവണമെന്ന് പലരും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ അവർക്ക് മാറ്റം കാണില്ല. എന്നിട്ട് തോന്നും തങ്ങൾ ഇനിയും ക്ഷമിച്ചിട്ടില്ലെന്ന്. ക്ഷമിക്കുക എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് നിർത്തണം. അനുഗ്രഹിക്കുവിൻ, ശപിക്കരുത്. അനുഗ്രഹിക്കുക എന്നാൽ നല്ലത് പറയുക എന്നർത്ഥമല്ല. ശപിക്കുക എന്നാൽ ദുഷിക്കുക എന്നർത്ഥം. അവർക്ക് സഹായം വേണമെങ്കിൽ അവരെ സഹായിക്കൂ. അവർക്ക് ദാഹിച്ചാൽ വെള്ളം കൊടുക്കൂ. അവർക്ക് വിശന്നാൽ ഭക്ഷണം കൊടുക്കൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിരോധികളായി ഒതുക്കി വെച്ചിരിക്കുന്നവരുടെ കാർ ബ്രേക്ക് ഡൗൺ ആയാൽ അവരെ ജോലിക്ക് പോകുന്ന വഴിക്ക് അവരെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവിടാമെന്ന് പറയൂ. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ലോകം തലകീഴായി മാറും. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ അതവരെ മാറ്റും. ആമേൻ. ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ ഒരു നിമിഷം പോലും കൈവിടില്ല എന്നതിൽ സന്തോഷിക്കൂ. ഒരു നിമിഷം പോലും വിടില്ല. നിങ്ങൾ എപ്പോഴും സ്നേഹിക്കപ്പെടുന്നതിൽ സന്തോഷിക്കൂ. എപ്പോഴും സ്നേഹിക്കപ്പെടുന്നു, നിബന്ധനകളില്ലാതെ. ദൈവം നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു നിമിഷം പോലും നിങ്ങൾക്കുണ്ടാവില്ല. ഇത് മനസ്സിലാക്കൂ. നിങ്ങൾ എത്ര കാര്യങ്ങൾ ശരിയായി ചെയ്താലും സാരമില്ല, അവൻ ഒരിക്കലും ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നതിലും ഉപരി സ്നേഹിക്കുകയില്ല. കാരണം നിങ്ങളുടെ പ്രവൃത്തിക്കനുസൃതമായല്ല അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങൾ അവൻ്റെ പൈതലായതുകൊണ്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടോ, നീ എന്ത് ചെയ്താലും ഞാൻ എപ്പോഴും നിന്നെ സ്നേഹിക്കുമെന്ന്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യുന്നതെല്ലാം എനിക്കിഷ്ടപ്പെട്ടെന്ന് വരില്ല, എന്നാലും ഞാൻ എപ്പോഴും അവരെ സ്നേഹിക്കുന്നു. ഒരു കുഞ്ഞിനോടുള്ള മാതാപിതാക്കളുടെ സ്നേഹം ഇല്ലാതാക്കാനാവില്ല. ദൈവം നിങ്ങളെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നു. എനിക്കിനിയും ധാരാളം നല്ല വചനങ്ങളുണ്ട്, പക്ഷേ സമയം കുറവാണ്. നിങ്ങൾക്ക് വീടും ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഉള്ളതിൽ സന്തോഷിക്കൂ. നാം ചില ലളിതമായ കാര്യങ്ങളെക്കുറിച്ച് മറക്കുന്നു. ഇപ്പോൾ US-ൽ വീടില്ലാത്ത 6,50,000 പേരുണ്ട്. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവ കൂടുതൽ മോശമായിരുന്നിരിക്കാം. ഇപ്പോൾ നിങ്ങളിത് ഓർമ്മിക്കേണ്ടതാണ്. അടുത്ത പ്രാവശ്യം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പറയൂ, ഇതിലും മോശമായിരുന്നിരിക്കാം. ദൈവമേ, ഇത് ശരിയാക്കാൻ സഹായിക്കണേ. ഏറ്റവും ഒടുവിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നതിൽ സന്തോഷിക്കൂ. ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എത്ര മനോഹരമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനമാകുന്നു. ദൈവം നിങ്ങളിലും എന്നിലും വസിക്കുന്നു. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നാം ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദേവാലയമാണ്. ഇതിലുപരി നമുക്കടുക്കാനാവില്ല. അവൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരു നിമിഷം പോലും നിർത്തില്ല. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. വാവ്! എന്തോ ഒരു നല്ലത് നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കാം. നന്ദി ദൈവമേ. ഇനി നിങ്ങൾ ഒരു 2 മിനിറ്റും കൂടി എനിക്ക് തന്നാൽ കൊള്ളാം. ഞാനിന്ന് ശക്തമായി പ്രസംഗിച്ചു, അതുകൊണ്ട് എനിക്കൊരു 2 മിനിറ്റ് തരണം. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഇനിയും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ക്രിസ്തുവിനെ ഇനിയും ഹൃദയത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങളെ ദൈവം സ്വീകരിക്കില്ലെന്ന് സാത്താൻ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ടാവും. ഇന്ന് നിങ്ങൾ ദൈവഭവനത്തിലേക്ക് വരണം. ഞങ്ങൾ നിങ്ങളോടൊത്ത് പ്രാർത്ഥിക്കാം. ചർച്ചിൽ നിങ്ങൾക്ക് തരാനായി ഏതാനും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. യേശു കർത്താവാണ് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായ കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾ പാപത്തെ വിടാൻ തയ്യാറാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ പഠിക്കണമെങ്കിൽ, യേശു ആരാണെന്ന് ബൈബിളിൽ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക്
ആ പ്രാർത്ഥന വേണമെങ്കിൽ, ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ നിൽക്കുന്നിടത്ത് കൈകൾ ഉയർത്തൂ. എനിക്ക് കാണണം. എല്ലായിടത്തും കൈകൾ ഉയർത്തിയിരിക്കുന്നത് കാണാം. കൊള്ളാം, ഉഗ്രൻ, ഗംഭീരം, മനോഹരം. ശരി, നാം ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ലിസ നിങ്ങളെ സമീപിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. ഞാൻ ജീവിച്ച രീതിയിൽ ഖേദിക്കുന്നു. ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു. അങ്ങേക്കായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ. എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ഉള്ളതുപോലെ സ്വീകരിക്കണമേ. ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഹിതപ്രകാരം എന്നെ മാറ്റണമേ. എന്നെ രക്ഷിച്ചതിന് നന്ദി. ആമേൻ. ദൈവത്തെ സ്തുതിക്കൂ. ജോയ് സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്.